എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ആഴ്ചയിലേക്ക് സ്വാഗതം. ഈ പുതിയ ആഴ്ച ഈ മെയ് മാസത്തിൻ്റെ പകുതിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത്ഭുതകരമായി വഴി നടത്തിയ കർത്താവ് ഈ ആഴ്ചയിലും തുടർന്നുള്ള ദിവസങ്ങളിലും അത്ഭുതകരമായി കർത്താവിൻ്റെ കരം തൊട്ട് കാര്യങ്ങൾക്കൊരു പരിഹാരം വരുത്തി നിങ്ങളെ ജയകരമായി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. ഇന്നു മുതൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ജയമുണ്ടാകട്ടെ. ഒരു ദൂതൻ നിങ്ങൾക്ക് മുമ്പായി കാവലായി പോകട്ടെ. പോകുന്നിടത്തെല്ലാം എസ്തേറിനെ വാതിൽ തുറന്നതുപോലെ, രാജാവ് പൊൻചെങ്കോൽ നീട്ടിയതുപോലെ നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായി വരട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ വലുത് സഫലവുമായ വാതിൽ നിങ്ങൾക്ക് തുറക്കട്ടെ. ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, പറയാൻ പിന്നെ ഒരാൾ വേണമല്ലോ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇതൊന്നും പലർക്കും അറിയില്ല. അവരവർക്ക് അവരവരുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ അപകടം. നമ്മിൽ എല്ലാ സാധ്യതകളുമുണ്ട്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് നിന്ന് ഒഴുകുന്ന നദികൾ തന്നെയാണ് എല്ലാ കാര്യത്തിനും ജീവൻ ഉണ്ടാക്കുന്നത്. ജീവജല നദികൾ. ഈ നദി ഒഴുകിയാൽ ചലിക്കാത്തതെല്ലാം ചലിക്കും. അതാണ് യെഹെസ്കേൽ 47 പറയുന്നത്. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലിക്കും. അത് യെഹെസ്കേൽ 47. എന്നാൽ യേശു പറഞ്ഞത് ജീവജല നദി എന്ന് പറഞ്ഞാൽ ചലിക്കാത്തതും ചലിക്കും. യെഹെസ്കേൽ 37 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ യെഹെസ്കേൽ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ ചെന്നു. അവിടെ പറഞ്ഞ വാക്കുകൾ നിമിത്തം അസ്ഥി താഴ്വര ഒരു സൈന്യ താഴ്വരയായി മാറി. യെഹെസ്കേൽ 37 1 തൊട്ട് 10 വരെ നിങ്ങൾ വായിക്കണം. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ ഭാഗം വായിച്ചിരിക്കണം. ഒരു സൈന്യം എഴുന്നേറ്റ് വരുന്നത് കാണാം. പരിശുദ്ധാത്മാവ് പാഴ്ശൂന്യമായ ഭൂമിയിൽ പരിവർത്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ സകലതും ഉളവായി. 6 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടായി. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് ഇന്നുവരെ കാണാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല 7-ാം ദിവസം സ്വസ്ഥമായി കർത്താവിനെ ആരാധിക്കണം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയിലേക്ക് വരണം. ഈ 6 ദിവസം കൊണ്ട് പുതിയത് ഉളവാക്കാൻ കഴിയുന്ന, ഒരിക്കലും ഉണ്ടാകാത്തത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ജീവജല നദികൾ നമ്മിലുണ്ട്. ഞാനീ പറയുന്ന വചനം ഈ നദിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീസസ് എവരിയുടെ ഈ നദിയിൽ നിന്ന് ആരംഭിച്ചതാണ്. അത് എല്ലാ രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാണ്. നിങ്ങൾ കേൾക്കുന്ന ഓരോ വെളിപ്പാടുകളും ദർശനങ്ങളും, നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ കൃപകളും ഈ നദിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഐഡിയാസ് ഈ നദിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്ത് കോഴ്സ് എടുക്കണം? 12ാം ക്ലാസ് കഴിഞ്ഞു, ഏത് വഴിക്ക് തിരിയണം? ഈ നദിയിൽ നിന്ന് കിട്ടുന്ന ഒരു നിയോഗമാണത്. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഈ തീരുമാനങ്ങൾ പോലും നിയോഗങ്ങൾ പോലും ഈ നദിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്ലോയാണ്. നദിക്കൊരു ഫ്ലോയുണ്ട്. നദി ഒരിക്കലും ലീവ് എടുക്കുന്നില്ല. ഗാന്ധി ജയന്തി പ്രമാണിച്ച് നദികൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് സർക്കാർ പറഞ്ഞാലും നദികൾ ഒഴുകും. നദികൾക്ക് നിൽക്കാൻ കഴിയില്ല. ഈ ഭൂമിയിലുള്ള നദികൾക്ക് അവധി എടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവെന്ന ജീവജല നദികൾ നമ്മിൽ നിന്ന് ഒഴുകും. 24 മണിക്കൂറും 365 ദിവസവും ചലിക്കുന്ന നദികൾ നമ്മിലുണ്ട്. വിശ്വസിക്കുക. ഇന്നു മുതൽ അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ദാനം തന്ന യേശുവിനെ ആരാധിക്കാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന്
സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലവും നീക്കിടുന്നു. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്തരത്വം നമുക്കേകിയതാ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്തരത്വം നമുക്കേകിയതാ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമജീവനെ നൽകിടുന്നു. ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. 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 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഈ അധ്യായം പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി. ഓരോ വാക്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓരോ വാക്യങ്ങളും നമ്മളെ കൃപാവരങ്ങളിലേക്ക് നയിക്കും. ഓരോ വാക്യങ്ങളിലൂടെയും നമുക്ക് സൗഖ്യം വ്യാപരിക്കും. ഓരോ വാക്യങ്ങൾ ധ്യാനിക്കുന്നതോറും നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മാറും. നമുക്കത് വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് 23-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:23. നസറേനായ യേശുവിനെ ദൈവം
തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവം ഏൽപ്പിച്ചതുകൊണ്ട് നിങ്ങൾ തറപ്പിച്ചു കൊന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്ലാനോടുകൂടിയാണ് ദൈവം ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് യെശയ്യാവ് 53:10 പറയുന്നത്, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനാണ്? അതിനുശേഷം താൻ ഉയർത്തെഴുന്നേൽക്കുകയും മാനവജാതിയുടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുകയും ചെയ്യും. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞ ഭാഗങ്ങളാണ്. യെശയ്യാവ് 53 അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു, വേദനകൾ ചുമന്നു, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അന്ന് യേശു അടി കൊണ്ടിട്ടില്ല. എന്നാൽ പൗലോസ് ഇത് എടുത്തു പറയുന്നു, ലോക സ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ദൈവത്തിൻ്റെ പ്ലാൻ പണ്ടേ നടന്നതാണ്. ഈ ഭൂതലം മനുഷ്യൻ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ലോകം സ്ഥാപിച്ച ശേഷം ഏദൻ തോട്ടത്തിൽ വെച്ച് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിൻ്റെ തോലുകൊണ്ടാണ് ആദാമിന് ഹൗവയ്ക്കും ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത്. ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച തേജസ്സിന്റെ വസ്ത്രം, ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതിയായി ഇന്ന് നമ്മെ നിർത്തിയിരിക്കുന്ന ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം തന്ന വസ്ത്രം, അതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് റോമർ 6 പറയുന്നത്, ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം, റോമാലേഖനം ഇതിലെല്ലാം ചേർത്ത് പറയുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ മരണത്തിൽ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെയാണ് നാം വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയായി മാറി, പുതിയ സൃഷ്ടികളായി മാറി. എത്ര വലിയ സന്തോഷമാണ്! യേശുവിനെ കുറിച്ച് പറയുന്നത് ഒരാനന്ദമാണ്, ഒരു ലഹരിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ അത്ര വലുതാണ്. നമുക്ക് യേശുവിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. ദൈവത്തിൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. എന്നിട്ട് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എൻ്റെ മോനോട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ബോധിച്ചതുപോലെ അവർ അവനോട് ചെയ്തു. അതുകൊണ്ടാണ് വായിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു, ക്രൂശിൽ തറപ്പിച്ചു കൊന്നു. അതുകൊണ്ട് തീർന്നില്ല. അടുത്ത വാക്യം, ആരേൽപ്പിച്ചുവോ ആ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം എന്ത് ചെയ്തെന്ന് അടുത്ത വാക്യത്തിൽ എന്താണ്? ദൈവമോ മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ചിട്ട്, അതായത് മരണത്തിൻ്റെ കയറുകൾ. മരണത്തിൻ്റെ കയറിൻ്റെ പ്രത്യേകത, പിന്നെ ആരും അതിൽ നിന്ന് പുറത്തു വരില്ല. എന്നാൽ ദൈവമോ മരണത്തിൻ്റെ കയറുകളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ശിംശോന്റെ കൈകളിൽ ബന്ധിച്ചിരുന്ന കയറുകളെല്ലാം തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി. കാരണം ശിംശോനെ കെട്ടി യഹൂദന്മാർ ഫെലിസ്ത്യരുടെ സൈന്യത്തിന് മുൻപിൽ ഇട്ടുകൊടുത്തു. ഫെലിസ്ത്യർ വന്നിട്ട് പറഞ്ഞു, അവനെ പിടിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. ഇസ്രായേലിന്റെ രക്ഷകനായിട്ട് എഴുന്നേറ്റ് വന്ന ശിംശോന്റെ അടുക്കൽ ഇവർ ചെന്നു. ഏതാം പാറയുടെ ഗുഹയിൽ ശിംശോൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ശിംശോനോട് പറഞ്ഞു, നീ കാരണം ആൾക്കാർ ഞങ്ങളെ കൊല്ലാൻ വരുന്നു, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കെട്ടി അവരുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞു. ശിംശോൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലില്ലെന്ന് സത്യം ചെയ്യും.
എന്നെ എന്തു വേണേലും ചെയ്തു. അങ്ങനെ അവർ പുതിയ കയറുകൊണ്ട് ശിംശോനെ കെട്ടി. എന്നൊരു പഴയ കയറുകൊണ്ട് കെട്ടിക്കൂടെ? ഇല്ല, പുതിയ കയറുകൊണ്ട്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കയറുകൊണ്ട് അവനെ കെട്ടി ഫെലിസ്ത്യരുടെ മുൻപിലോട്ട് ഇട്ട് കൊടുത്തു. ഫെലിസ്ത്യർ ശിംശോനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. 1000-ഓളം പട്ടാളക്കാരുണ്ട്, കയ്യിൽ മാരകായുധങ്ങളാണ്. അവരോടി വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന ചണനൂലുകൾ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായിപ്പോയി. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ വലിയ വടം, ആർക്കും അഴിക്കാൻ കഴിയാത്തത്, കരിഞ്ഞുപോയ പോലെ, ചാക്കുനൂല് പോലെയായി. അവന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലാതിരിക്കുമ്പോൾ, ആയിരക്കണക്കിന് ആൾക്കാർ വാളും പരിചയമായി നിൽക്കുമ്പോൾ, ശിംശോൻ ഈ കഴുതപ്പുറത്ത് വന്ന ഒരു പട്ടാളക്കാരൻ്റെ കഴുതയുടെ വായിലോട്ട് കൈയിട്ടിട്ട് ആ വായിലെ പച്ച താടിയെല്ല് വലിച്ചൂരിക്കളഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് 1000 സൈന്യത്തെ തോൽപ്പിച്ചു കളഞ്ഞു. ആയുധമേന്തിയ ശക്തരായ ആയുധധാരികളെ തോൽപ്പിക്കാൻ കയ്യിൽ വഴുതിപ്പോകുന്ന പച്ച താടിയെല്ല് കയ്യിലിരിക്കില്ല. താടിയെല്ലെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കില്ല. എന്നാൽ ശിംശോൻ അതിനെ മുറുകെ പിടിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പരിശുദ്ധാത്മ ഒരുത്തൻ്റെ മേൽ വന്നാൽ പൊട്ടാത്ത കയറുകളെല്ലാം പൊട്ടും. പരിശുദ്ധാത്മ ഒരുത്തൻ്റെ മേൽ വന്നാൽ കയ്യിലിരിക്കുന്നത് പിന്നെ വഴുതിപ്പോകില്ല, അത് ആയുധമായി മാറും. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് കയ്യിലിരിക്കുന്ന പലതും വഴുതി പോകുന്നത് പോലെ തോന്നുന്നെങ്കിലും നീ പേടിക്കണ്ട, അത് നിനക്കൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഇവിടെ നമ്മൾ യേശുവിൻ്റെ ചരിത്രത്തിലോട്ട് വരുമ്പോൾ, ദൈവമോ മരണത്തിൻ്റെ കയറുകളെ അഴിച്ചു. എന്നിട്ട് യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അറിയണം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച, മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അതേ ആത്മാവാണ് നമ്മുടെ മനുഷ്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തെക്കുറിച്ച് അല്ല. അത് മാത്രമല്ല, നമ്മുടെ മർത്തിയ ശരീരം എന്ന് പറയുന്ന ഈ ശരീരത്തിൽ വരുന്ന എല്ലാ രോഗങ്ങളും, എല്ലാ മരണങ്ങളും, ക്യാൻസർ ഒരു മരണമാണ്, ട്യൂമർ ഒരു മരണമാണ്, കിഡ്നി ഫെയിലിയർ ഒരു മരണമാണ്, ഹാർട്ട് ബ്ലോക്ക് ഒരു മരണമാണ്, ക്യാൻസർ ഒരു മരണമാണ്. എന്തെല്ലാം ഉണ്ടോ നമ്മുടെ മർത്തിയ ശരീരങ്ങളെ, വൈകല്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് വന്ന മരണമാണ്. കേൾക്കുന്നില്ല, കാണുന്നില്ല, കൈയനങ്ങുന്നില്ല, അതൊരു മരണത്തിൻ്റെ സൈനാണ്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കും. അനങ്ങാത്ത കൈ അനങ്ങും, ചലിക്കാത്ത നാവ് ചലിക്കും, കാണാത്ത കണ്ണ് കാണും, കേൾക്കാത്ത ചെവി കേൾക്കും, ചലിക്കാത്ത നിർജീവമായ പോയ ശരീരം നിർജീവം മൊത്തം മാറി ജീവൻ പ്രാപിക്കും. അതേ ആത്മാവ്. അപ്പോൾ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട്, അവിടെ നമ്മൾ വായിക്കുന്നു, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് കേൾക്കുന്ന പലർക്കും പരിശുദ്ധാത്മാവിനാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇന്ന് നിങ്ങൾ കിടക്കുന്ന കടക്കെണിയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. കേസുകൾ കോടതിയിൽ മാറി മാറിയാണോ, നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയ വ്യക്തികൾ അത് കണ്ട് ലജ്ജിച്ചു പോകും. നിങ്ങളെ ഒതുക്കാൻ നോക്കിയവരുടെ നടുവിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. സാമ്പത്തികമായി ഉയർത്തെഴുന്നേൽക്കും,
ശാരീരിക ബലത്തോടെ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ പരാജയം കാണാൻ കാത്തിരുന്ന് നിങ്ങൾക്കെതിരെ മന്ത്രം ചെയ്തവരുടെ നടുവിൽ ഒരു കേടുമില്ലാതെ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ, ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വിവാഹം സമയത്ത് നടന്നില്ല, പ്രായം ഒത്തിരി കടന്നുപോയി, ഇനി ആ വിഷയത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ നിനക്ക് ആ വിഷയത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്. നിങ്ങൾ എഴുന്നേൽക്കും. മരണക്കയറുകൾ കർത്താവ് അഴിച്ചു കളയും. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നീ ഉയർത്തെഴുന്നേൽക്കും. നീ പുറത്തു വരും. നിന്റെ കുടുംബം പുറത്തു വരും. എല്ലാ ജപ്തിയിൽ നിന്നും, എല്ലാ പ്രതിസന്ധിയിൽ നിന്നും, എല്ലാ നിന്ദകളിൽ നിന്നും നീ ഉയർത്തെഴുന്നേൽക്കും. നിന്നെ അപവാദം പറഞ്ഞ, നിന്ദിച്ച, പരിഹസിച്ചവരുടെ നടുവിൽ നീ ഉയർത്തെഴുന്നേൽക്കും. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഉയർത്തെഴുന്നേൽപ്പിന്റെ അഭിഷേകമാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ഉണർന്നെഴുന്നേൽക്കും. കാരണം ക്രിസ്തു നിന്നിൽ പ്രകാശിക്കും. അതുകൊണ്ട് നിനക്ക് മരിച്ച അവസ്ഥയിൽ കിടക്കാൻ കഴിയില്ല, നിർജീവമായി കിടക്കാൻ കഴിയില്ല. കടക്കണി എന്ന് പറഞ്ഞാൽ നിർജീവത്വമാണ്. സാമ്പത്തികമായി മരിച്ചു, രോഗം നിർജീവത്വമാണ്. ആരോഗ്യപരമായി മരിച്ചു, കുടുംബ തകർച്ച, ഡിവോഴ്സ്, അതൊരു നിർജീവത്വമാണ്, ജീവനില്ലായ്മയാണ്. അവരൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജീവൻ ചലിക്കുന്നത്, തലമുറകൾ ഉണ്ടാകുന്നത്, മക്കളുടെ മക്കളെയും കാണുന്നത്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നിർജീവത്വമാണ്. അകന്നു പോയ ബന്ധങ്ങളെല്ലാം അടുക്കും. കാരണം കുടുംബ ജീവിതത്തിൽ ജീവൻ വ്യാപരിക്കും. ഇട്ടേച്ചു പോയ അപ്പൻ തിരിച്ചു വരും. ഇറങ്ങിപ്പോയ അമ്മ തിരിച്ചു വരണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മോൻ തിരിച്ചു വരണം. ജീവൻ വ്യാപരിക്കണം. ഇന്നിത് കേൾക്കുന്ന പല കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ സന്ദേശം നിങ്ങൾ അനേകർക്ക് കൈമാറണം, ഫോർവേഡ് ചെയ്യണം. അനേക കുടുംബങ്ങളിൽ ഇത് കേൾക്കുന്ന ഇന്ന് തന്നെ വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. എഴുന്നേൽക്കും. അടുത്ത വാക്യം ഇങ്ങനെയാണ്: മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. മരണത്തെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഏ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത, നിർജീവത്വത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത പരാജയം. മരണമെന്ന് പറഞ്ഞ ഒരു പരാജയമാണ്. പരാജയത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നീ. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആ വാക്യം അടിവരയിടണം. മരണത്തിന്, രോഗത്തിന്, ശാപത്തിന്, ബന്ധനത്തിന്, പിശാചിന്റെ കുതന്ത്രങ്ങൾക്ക് നിന്നെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. നീ പുറത്തു വരും. നീ പുറത്തു വരുന്നതല്ല അത്ഭുതം, നീ പുറത്തു വരാത്തതാണ് അത്ഭുതം. നീ ആ അവസ്ഥയിൽ തന്നെ കിടന്നാൽ അതാണ് അത്ഭുതം. എന്താണ് അത്ഭുതം? സാധാരണ കാര്യം, നോർമൽ കാര്യം, ക്രിസ്തീയ ജീവിതത്തിലെ നോർമൽ കാര്യം നീ പുറത്തു വരുന്നതാണ്, നീ സൗഖ്യമാകുന്നതാണ്. നീ സൗഖ്യമാകാതിരിക്കുന്നതാണ് അത്ഭുതം. നീ യേശുവിനെ അറിഞ്ഞിട്ടും, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും നീ വിടുതൽ പ്രാപിക്കുന്നില്ലേ? അതെന്താണ്? അതാണ് ഒരു അത്ഭുതം. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മരിച്ചവർ ഉയർക്കുന്നതല്ല, മരിച്ചവർ ഉയർക്കാത്തതാണ്. നാം എല്ലാറ്റിൽ നിന്നും ഉയർത്തു വരും. എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരും. നിന്നെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. കാരണം നിന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് സകലത്തെയും ജീവിപ്പിക്കുന്ന ആത്മാവാണ്. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ടാൽ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി കൊണ്ട് നിറച്ച് ഇന്ന് മുതൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നടക്കട്ടെ.
സൗഖ്യങ്ങൾ നടക്കട്ടെ. ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ വിട്ടുമാറട്ടെ. കിഡ്നി തകരാറുകൾ സൗഖ്യമാകട്ടെ. ലിവർ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഫോൺ അഡിക്ഷൻ, ഗെയിം, അങ്ങനെ പലതിലും പെട്ട് മാനസികമായ ഏതൊക്കെയോ അവസ്ഥയിൽ തകർന്നു പോയവർ, യൗവനക്കാർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഭാവി ഉണ്ടായി വരുന്നു. സാമ്പത്തിക മേഖലകൾ തുറന്നു വരട്ടെ. വഴികളും വാതിലുകളും പുതിയ ജോലിയും പുതിയ സംരംഭങ്ങളും ഉയർത്തെഴുന്നേൽക്കട്ടെ. കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ. അകന്ന ബന്ധങ്ങളെല്ലാം അടുക്കട്ടെ. ദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന വീടുകളായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ജീസസ് എവരിഡേയിലൂടെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. ഇത് കേൾക്കുന്നവർ എല്ലാവരും വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക. അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.